ബാക്കി 6 വണ്ടി ഇപ്പോൾ നമ്മുടെ ടാറ്റേൻ്റെ ഷോറൂമിൽ തന്നെ ഉണ്ട്. അവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഇതേ സാധനം സെയിം ഇതിൻ്റെ ഒരു 6 വണ്ടിയും കിടപ്പുണ്ട്. വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി കാര്യത്തിൽ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കണ്ണും പൂട്ടി നമ്മൾ വാറണ്ടി കൊടുക്കാൻ വേണ്ടി. നിങ്ങളിപ്പോൾ ഏതൊരു വണ്ടിക്ക് പേപ്പേഴ്സ് എന്താണോ അതിൽ കുറവുള്ളത് അത് മൊത്തം എടുത്ത് കൊടുത്തുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ഒരു 1 വീക്ക് കൊടുക്കാൻ പറ്റും? 1 വീക്കിന് മുകളിൽ കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. വണ്ടിയിൽ അത്രയും ഗ്യാരണ്ടി നമുക്ക്. അതുപോലെ തന്നെയാണ് പേര് മാറ്റത്തിന് മുമ്പുള്ള സ്വഭാവം എല്ലാം കൊണ്ടും പടയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന വാഹനങ്ങൾ നമ്മൾ സാധാരണ കാണിക്കുന്ന യൂസ്ഡ് കാറുകളല്ല അല്ലേ, കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പലരും നമ്മളോട് കമൻറ്റിലും അല്ലാതെയൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്, ധൈര്യമായിട്ട് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും, എവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നൊക്കെ. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കൊന്നും വാറണ്ടി കൊടുക്കുന്ന ഒരു സ്ഥലം നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ തന്നെ മുന്നേ 2 വീഡിയോസ് നമ്മൾ കാണിച്ചൊരു സ്ഥലമുണ്ട്, ക്യാപ്സ് മോട്ടോഴ്സ്. ക്യാപ്സ് മോട്ടോഴ്സിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് സുഷിയെ സ്വാഗതം ചെയ്യാം. സുഷി സുഖമല്ലേ? സ്വാഗതം. സുഖം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട 407 ഇവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു 407 ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഞാൻ വാറണ്ടിയുടെ കാര്യം പ്രേക്ഷകരോട് പറഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞു കൊടുത്തേ. അത് നമുക്ക് ടാറ്റയുടെ വാറണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റേൻ്റെ ഒരു വാറണ്ടി സ്കീം ഉണ്ട്, എഞ്ചിനും ഗിയർ ബോക്സും. അത് ടാറ്റ കമ്പനി ഡയറക്റ്റ് വിളിച്ചിട്ട് തന്നെ അതെടുത്ത കസ്റ്റമർ അടുത്ത് വിളിച്ചിട്ട് അവർ ചോദിക്കും വാറണ്ടികളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണോ വേണ്ടത്. കസ്റ്റമർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടി ചെയ്യാം. വണ്ടിക്ക് 6 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്. പിന്നെ അത് വേണം അപ്ഡേറ്റ് ചെയ്യാം. അത് മോഡൽ എത്ര മോഡൽ കൂടിയത് അങ്ങനെ ഉണ്ടോ? അതായത് 7 കൊല്ലം ബാക്കോട്ടുള്ള വണ്ടികൾ കിട്ടും. 7 കൊല്ലത്തിനുള്ളിലുള്ള, അതായത് ഇപ്പോൾ 2017 ടു 2024 വണ്ടികൾക്ക് കിട്ടും. അങ്ങനത്തെ മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട് എല്ലാ സെഗ്മെന്റും ഉണ്ട്. ടാറ്റ മാത്രമല്ല, എല്ലാവരും പ്രിയപ്പെട്ട വണ്ടി ദോസ്തുണ്ട്. അതെ, എല്ലാ സെഗ്മെന്റും. അതുപോലെ സുസുക്കി ഉണ്ടോ? സുസുക്കി ഉണ്ട്. അപ്പോൾ എല്ലാ ബ്രാൻഡും ഉണ്ട്. നമുക്ക് കണ്ടു നോക്കാം ഡീറ്റെയിൽ എങ്ങനെയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്, ഈ ക്യാപ്സ് മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ക്യാപ്സ് കാസിലെ യൂസ്ഡ് കാറിൻ്റെ ഷോറൂം, മാങ്കാവ് തിരുവണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ. ക്യാപ്സ് കാസിൻ്റെ പുറകിലായിട്ടൊരു വഴിയാണ് അല്ലേ ഇത്? അതെ, നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട് ടാറ്റേൻ്റെ ഷോറൂമിൽ. എന്തായാലും ഈ ഒരു മാസം ആകുമ്പോഴേക്കും അത് ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൗകര്യമായി അവിടെ തന്നെ ടാറ്റേൻ്റെ എല്ലാ ഡോക്യുമെന്റ്സ്, എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് വണ്ടി നമ്മൾ സ്റ്റോർ വരുന്നതിനെ കൊണ്ട് നമ്മളിവിടെ ഹബ് ചെയ്ത് വെച്ചിരിക്കുന്നു. അല്ല, കഴിഞ്ഞ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് വണ്ടി നോക്കി കാണാൻ. വീഡിയോസ് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. ഞാനതാ ചോദിച്ചത്. സാറിന് എങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ അങ്ങനെ റീച്ച് ആവാറില്ല. വിളിക്കുന്ന എല്ലാവരും നല്ല നല്ല കസ്റ്റമേഴ്സ് ആണ്. ആവശ്യക്കാർ മാത്രമേ വിളിക്കുന്നുള്ളൂ. വിളിക്കുന്നതിൽ ഒരു 90% കസ്റ്റമേഴ്സ് നമ്മുടെ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ വണ്ടി വെച്ചപ്പോൾ വിളിക്കുന്ന വണ്ടികൾ ഇപ്പം ഉണ്ടാവാറില്ല. നമ്മളെ വീഡിയോസിന് എല്ലാവരും വിളിക്കാറ്. അപ്പോൾ നമ്മുടെ വണ്ടി കൊടുത്തുപോയി. പിന്നെ അടുത്ത വണ്ടി വന്നാൽ വിളിക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ അവർക്കുള്ള എല്ലാ സൗകര്യവും നമ്മൾ പേപ്പർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇപ്പം ബ്രേക്കിൽ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ്, ടാക്സ് എല്ലാം അടച്ച എല്ലാ പേപ്പർ ഫുൾ ഫിറ്റായിട്ട് കസ്റ്റമറുടെ പേരിൽ മാറിയിട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഈ പാസഞ്ചർ ടൈപ്പ് ടാറ്റ ഏസ്, അതേപോലെ മഹീന്ദ്ര G2 അങ്ങനത്തെ വണ്ടികളുണ്ടോ? അല്ലെങ്കിൽ ഗുഡ്സ് മാത്രമേ ഉള്ളൂ? പാസഞ്ചർ ടൈപ്പ് വരാറുണ്ട്. അതൊക്കെ സ്റ്റോക്ക് നമ്മൾ എന്താ പറയാ, ഈ വണ്ടികൾ തപ്പി പിടിച്ചു പോയിട്ട് എടുത്തു കൊണ്ടിരുന്നല്ലോ. നമുക്ക് പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടി നമ്മൾ അവിടെ വാങ്ങി വെക്കുന്നത്. അത് റണ്ണിംഗ് ആയി നിൽക്കുന്ന വണ്ടികൾ മാത്രം നമ്മൾ വാങ്ങി വെക്കുന്നുള്ളു. അല്ലാണ്ട് റണ്ണിംഗ് കണ്ടീഷൻ അല്ലാത്ത വണ്ടികളോട് വാങ്ങി വെച്ചിട്ട് നമ്മൾ അത് വഴക്കെടുത്തിട്ട് മറിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ റണ്ണിംഗ് ആയി നിൽക്കുന്ന വണ്ടികൾ പാസഞ്ചർ എങ്ങനെ വേണം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ അത് ആരും ഒരു ദിവസത്തിനുള്ള അന്നത്തെ കാര്യത്തിന് ഓടുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ അത് എന്ത് ചെറിയ ചെറിയ കംപ്ലൈന്റ് ആയാൽ പോലും, ഏതൊരു സാധാരണക്കാരനായാലും പോലും അവരെന്താക്കും, ആ വണ്ടി നന്നാക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ പേടിയില്ല. ഇവിടെ ചെറിയ വണ്ടികളായാൽ പോലും നമുക്ക് കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ, സുഷിയുടെ നമ്പർ നമ്മൾ വീഡിയോയിലെ ടോപ്പ് കോർണറിൽ റൈറ്റ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറുകൾ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മൾ വാങ്ങുന്നതാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്കിന്ന് 407 തുടങ്ങാം. ടാറ്റയുടെ 407 വാഹനം. ഇത് കണ്ടെയ്നർ ടൈപ്പ് ബോഡിയാണല്ലേ? അതെ, വിത്ത് ഫ്രീസർ.
ഫ്രീസർ ഇല്ല, ഫ്രീസിംഗ് ഉള്ള ഓപ്ഷൻ ഉള്ള വണ്ടിയാണ്. പക്ഷെ ഫ്രീസർ ഇപ്പം ഇല്ല, നിലവിൽ ഫ്രീസർ പോയതാണ്. ഓക്കെ, അതിപ്പം കണ്ടെയ്നർ ബോഡി ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഫ്രീസ് ചെയ്യാൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീസർ ആക്കുകയും ചെയ്യാൻ പറ്റും. ഫ്രീസർ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ എക്യുപ്മെന്റ്സ് അതിലുണ്ടോ അതോ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ഇപ്പൊ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസർ, അതായത് ഫ്രീസർ ചെയ്യുന്ന വണ്ടീന്റെ ബോഡിക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് സാധാരണ ഷീറ്റ് ബോഡി അല്ല ഉണ്ടാവും, അതിനുള്ളിൽ വേറെ ഫ്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഫ്രീസർ വെക്കേണ്ടി വരും, ഫ്രീസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്കാണെങ്കിൽ. അല്ലാണ്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ബോഡിയൊക്കെ ബോഡി സെയിം ആണ്. ഓക്കെ, കാരണം തണുപ്പൊന്നും പുറത്തേക്ക് പോകരുതല്ലോ. സെറ്റ് ആക്കുക. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇതിപ്പോ രജിസ്ട്രേഷൻ എവിടെയാ? ഇത് KL 57 കൊടുവള്ളി അല്ലേ? കൊടുവള്ളി സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് ഒരു കമ്പനിയുടെ വണ്ടിയാണ് ഉണ്ടായത്. അവരെ മൊത്തം ഒരു 7 വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. അതിലിപ്പം ഒരു വണ്ടി ഇപ്പം അല്ലാതെ ചിലത് എന്തെങ്കിലും ചെറിയ ഉണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ചാറ്റയിൽ തന്നെ റീഫർബിഷ് ചെയ്തിട്ട് വണ്ടി ഇപ്പം എല്ലാ വർക്കുകളൊക്കെ എല്ലാം ഫുൾ എടുത്തു. സർവീസ് എല്ലാം കറക്റ്റ് പക്ക സർവീസ് കമ്പനിയാണ്. എല്ലാ വർക്ക് എടുത്തിട്ട് ഇപ്പോൾ ഒരു വണ്ടി ഇപ്പം എത്തിയിട്ടുള്ളൂ. ബാക്കി 6 വണ്ടി ഇപ്പൊ നമ്മുടെ ടാറ്റന്റെ ഷോറൂമിൽ തന്നെ ഉണ്ട്. അവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഇതേ സാധനം സെയിം. ഇതിന്റെ ഒരു 6 വണ്ടിയും കിടപ്പുണ്ട്. സെയിം കണ്ടെയ്നർ സെയിം എന്താ പറയുക, ഇൻസുലേറ്റർ ടൈപ്പ് സാധനങ്ങൾ, ഫ്രീസർ ടൈപ്പ്. ഓക്കെ, മോഡൽ ഏതാ പറഞ്ഞത്? 2019 മോഡൽ 407 ആണ്. ഇതിന്റെ ഇപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാ പേപ്പറും എല്ലാം നമുക്ക് ഫിറ്റ് ആയിട്ട് കൊടുക്കാം അല്ല? പുതിയ ടാക്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത നമ്മൾ അടച്ചു കൊടുക്കും. ഇതിന്റെ ഓർമ്മയിൽ ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ വണ്ടിക്ക് ഇപ്പൊ നിലവിലുണ്ട്. ഇൻഷുറൻസ് ഒക്കെ എത്ര എമൗണ്ട് വരുന്നുണ്ട് ഇതിനൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് എന്തായാലും ഒരു 20 രൂപ, 20,000 അടുത്ത് എന്തായാലും വരും, കാണ്ടി വരും അല്ല? ഓക്കെ, 2019 മോഡൽ. എത്ര ഓട്ടം പോയിട്ടുണ്ട്? കിലോമീറ്റർ ഇപ്പോൾ 1.25. കൈമുള്ള എല്ലാ വണ്ടികളും ഓടിക്കൊണ്ട് നിൽക്കുന്ന കിലോമീറ്റർ ഒക്കെ സെയിം കിലോമീറ്ററാണ്. ഒക്കെ ഒരു 1.25, 1.30 ആ ഒരു റേഞ്ചിൽ ഓടിയ വണ്ടികൾ തന്നെയാണ്. എല്ലാ സർവീസും പക്ക കമ്പനി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾ. ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? ആ, വാറണ്ടി ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത് എടുക്കുകയാണെങ്കിൽ ടാറ്റന് കോൾ വരും, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർക്ക് കസ്റ്റമറോട് പറയും. അതായത് ഈ കാരണമാരല്ല, നമുക്ക് ഇതിന് ഓരോ പാർട്സിനും ഓരോ രീതിയിലാണ് വാറണ്ടി കൊടുക്കുന്നത്. എഞ്ചിന് ഒരു വാറണ്ടി, ഗിയർ ബോക്സിന് വേറെ വാറണ്ടി. ഈ വണ്ടി ഓടിച്ച് നോക്കിയാൽ ആൾക്കാർക്ക് അറിയാം ഇതിന് കംപ്ലൈൻസ് എന്തുണ്ടോ. പൊതുവേ കംപ്ലൈൻസ് 470 പറഞ്ഞാൽ തന്നെ മാർക്കിൽ അങ്ങനെ നിൽക്കുന്ന വണ്ടിയാണ്. കംപ്ലൈൻസ് ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ മൂപ്പർ ഓടിക്കൊള്ളും എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ചിലർക്ക് വാറണ്ടി വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ എന്താക്കും, അങ്ങനെയാണ് കസ്റ്റമർ ആവശ്യങ്ങളാണല്ലോ നമുക്ക്. അപ്പോൾ അവിടെ കാരണം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാറണ്ടി ഓക്കെ ആണെങ്കിൽ, ബില്ലിംഗ് ആണെങ്കിൽ അവർക്ക് എടുക്കാൻ സൗകര്യങ്ങളാക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 7,00,000 രൂപ. 7,50,000 അല്ല? 2019 വാഹനം 1,25,000 ഓടി. എല്ലാ പേപ്പറും എടുത്തതിന് ശേഷമുള്ള വിലയല്ലേ പറയുന്നത്? എല്ലാ പേപ്പർ ഫുൾ ഫിറ്റ് ആയതിനു ശേഷമുള്ള വിലയാണ്. എല്ലാം ഫിറ്റ് ആയിരിക്കും. ലോൺ കിട്ടും ഇതിൽ? എത്ര ലോണൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 6 രൂപ, 6.5 ചിലപ്പോൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. എത്ര വർഷത്തേക്ക് കിട്ടും? ഒരു 5 വർഷത്തേക്ക്? 5 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു കാർ എടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു കൊമേഴ്ഷ്യൽ വാഹനം, അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. ഞാനതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയില്ലേ പോലെ. അടുത്തത് ഏസ് ഗോൾഡ് വന്നു. ടാറ്റയുടെ ഏസ് ഗോൾഡ് KL 3 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഓപ്പൺ ബോഡിയാണ് അല്ലേ? അതെ, ഹൈടെക് ബോഡി. പറഞ്ഞോളൂ എങ്ങനെയാ? ഇത് 2021 മോഡല്. ആകെ കിലോമീറ്റർ 30,000 കിലോമീറ്ററോ 35 ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. പുള്ളിക്കാരന് ബിസിനസ് ഒക്കെ ഒന്ന് വലുതായപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് അടുത്ത വലുതിലേക്ക് പോയതാണ്. പിന്നെ വേറെ ഇപ്പം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിയാണ് വരുന്നത്. ഇപ്പം ഈ ബോഡി കെട്ടിയിട്ട് ഈ വണ്ടി വരികയാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൽ നമുക്ക് പുതിയ വണ്ടിക്ക് ഏകദേശം 6,00,000 രൂപേൻ്റെ മുകളിൽ വില വരും ഈ വണ്ടിക്ക്. ബോഡിയൊക്കെ അടിച്ച് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ചോദിക്കുന്ന വില 3,15,000 രൂപ. 3,15 നേർപകുതി വരയ്ക്കും. നേർപകുതിയായി 3,15,000 രൂപയ്ക്ക് വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. 2021 മോഡലാണ്. വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കണ്ണും കൂട്ടി നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. ഇതിന് ലോഡ് വലിച്ചു പോകുമ്പോൾ എത്ര കിട്ടും മൈലേജ്? ലോഡ് നമ്മുടെ കമ്പനി പറയുന്ന മൈലേജ് ഒക്കെ 20 അബവ് പറയുന്നുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു 17-18 കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു, നമ്മളൊരു 6 വണ്ടി കൂടുവണ്ടി ഓർമ്മയുണ്ടായിരുന്നു, പെട്രോൾ വണ്ടികൾ ലോഡിൽ കിട്ടും. ലോഡിൽ കിട്ടും. നമ്മുടെ ഇതിന് മുന്നേ കൊടുത്ത വണ്ടി ഉണ്ടായിരുന്നു, കൂടുവണ്ടി ഏസ് ഗോൾഡ് പെട്രോൾ തന്നെ. നമ്മുടെ ഞാൻ പറഞ്ഞ കമ്പനിയുടെ വണ്ടി മൊത്തം 6 പേരിന്റെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് അതിലിപ്പോ 6 വണ്ടി വിറ്റു. ലാസ്റ്റ് വണ്ടിയിലിപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിറ്റ് പോയത്. അപ്പൊ ഞങ്ങളൊരു ഇത് എല്ലായിടത്തും റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര മൈലേജ് കിട്ടുന്നത്. ഇതിന് മുന്നത്തെ ആളുകൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യും. നമ്മളെ ടാറ്റ ഓക്കെ വിളിച്ചിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിൽ കസ്റ്റമേഴ്സ് എല്ലാവരും മൈലേജിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും പറഞ്ഞത് 17 കിട്ടുന്നുണ്ട്, ചിലർ 18 കിട്ടുന്നുണ്ട്, ചിലർ 19 കിട്ടുന്നുണ്ട് പറഞ്ഞവരുണ്ട്. അപ്പം എല്ലാവരും 15-ന് മുകളിലിട്ട് എല്ലാവരും മൈലേജ് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ചെറിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി പർപ്പസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും എന്താ വെച്ചാൽ സർവീസ് മെയിൻ്റെനൻസ് കുറവാണ്, അങ്ങനെ എല്ലാ രീതിയിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് സെൻസർ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കമ്പനിയിൽ നിന്ന് മാറ്റാൻ തന്നെ ആകെ 1000 റുപ്യേൻ്റെ അടുത്ത് വരുന്നുള്ളൂ. അതൊരു എല്ലാ വണ്ടി പുറത്തെ വണ്ടികളാണ് ഭയങ്കര റേറ്റ് കുറവാണ്. ഇതിനൊക്കെ ആ ചെറിയ ചെറിയ ഒക്കെ പാർട്സ് സ്പെയറൊക്കെ ഭയങ്കര വില കുറവാണ്. സിമ്പിളായിട്ട് യൂസ് ചെറു വണ്ടി വരെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ടൗൺ യൂസ് പർപ്പസിനൊക്കെ ഒരു നല്ല എൻക്വയറി വരുന്ന വണ്ടിയാണ്. നമുക്ക് എല്ലാം അത്യാവശ്യം മൂവിംഗ് ഉള്ള വണ്ടി. ലോഡിംഗ് കപ്പാസിറ്റി എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1.5-2 അടുത്ത് വരെ കയറി 1.5 ടൺ എന്തായാലും കയറിപ്പോകും. പേലോഡ് വരുന്നത് 1000 ആണ്, പക്ഷേ 1.5-2 അടുത്ത് സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ആരും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ലോണൊക്കെ ഇതിനൊക്കെ ആണെങ്കിൽ ഒരു 2.25 റുപ്യ 3 വരെ അല്പം കയറാൻ സാധ്യത. 2.25 ആണെങ്കിൽ 75,000 80 90 അല്ല, സോറി 25,000. അതെ, ചെറിയ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്കൊരു 19,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനമാണ്. ഓക്കെ, ടാറ്റയുടെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സെഗ്മെൻ്റാണ് ടാറ്റയുടെ ഇൻട്ര അല്ലേ? ഇൻട്രയിൽ V10, V30, V50, V20, V30, V50 എല്ലാം ഉണ്ട്. ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒതുക്കുള്ള വണ്ടിയാണ്. നല്ല കപ്പാസിറ്റി പോകുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല അഭിപ്രായം, നല്ല റിവ്യൂ ആയിരുന്നു എല്ലാവർക്കും. ഇത് KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനുള്ള ഇൻട്രയാണ് V10. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2019 മോഡല്. ഇത് പവർ സ്റ്റിയറിംഗ് മാത്രമാണ്, നോൺ AC വണ്ടിയാണ്. ഓക്കെ, പിന്നെ വേറെ തട്ടുമുട്ട് അങ്ങനെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. കിലോമീറ്റർ ആകെ ഓടിയത് 65,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ പുതിയ ബ്രേക്ക് എടുക്കാൻ നിൽക്കുക വണ്ടി, ഏകദേശം നാളെ മറ്റാണ് വണ്ടി പുതിയ ബ്രേക്ക് എടുക്കും. വണ്ടിക്ക് ഇപ്പം എന്താ പറയുക, നല്ലൊരു വണ്ടി എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇപ്പൊ പറയുന്ന എല്ലാ വിലകളും എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയിട്ട് കൊടുത്തതിന് ശേഷമുള്ള വിലകളാണ് പറയുന്നത്. അടക്കം എടുത്തു കൊടുക്കുന്ന വിലകളാണ്. ഞങ്ങളിപ്പോൾ ഏതൊരു വണ്ടിക്ക് പേപ്പേഴ്സ് എന്താണോ അതിൽ കുറവുള്ളത് അത് മൊത്തം എടുത്തു കൊടുത്തുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ടാക്സ്, ഇൻഷുറൻസ് മെയിൻലി വരുന്ന സംഭവമാണത്. അത് നമ്മൾ എന്തായാലും എടുത്ത് കൊടുത്തിരിക്കും കസ്റ്റമർ. പേരിലേക്ക് മാറാനുള്ള സൗകര്യമാക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടികൾ അധികം പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, അത് ഈ പുറത്ത് പോയിട്ട് കൊടുത്ത് നിൽക്കുന്ന എടുത്തിട്ട് വണ്ടി പേര് മാറാത്ത ബുദ്ധിമുട്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കമ്പനി തീരുമാനിച്ചത് അങ്ങനെ കൊടുക്കണ്ട, നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്തേക്കാം. എക്സ്റ്റൻഡ് വണ്ടികളാണല്ലോ, നമുക്ക് അങ്ങനെ തന്നെ കൊടുത്ത് ഒഴിവാക്കാം. എന്താ വെച്ചാൽ ഈ വണ്ടി പുറത്ത് പോയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ നമുക്കിപ്പം ഈ വണ്ടി ഓടാണ്ട് ഈ ടാക്സ് ഇൻഷുറൻസ് വല്ല തെറ്റിയിട്ട് ഇപ്പം വല്ല തട്ടോ മുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി തന്ന കസ്റ്റമറിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ കമ്പനിയുള്ളൂ, നമുക്ക് പിന്നെ ഒരിക്കലും കൈ ഒഴിയാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ആ പേപ്പർ ഫിറ്റ് ആക്കി ഇതാക്കിയിട്ട് വണ്ടി കൊടുക്കാം. ഇതിനൊക്കെ ഇതിൻ്റെ ഒരു ആൾ വന്നാൽ ഈ വണ്ടി വിറ്റ് പോകാം. അപ്പോൾ ചിലപ്പോൾ നേരം വൈകുമ്പോൾ ചിലപ്പോൾ ടാക്സ് തെറ്റും, ചിലപ്പോൾ ഇൻഷുറൻസ് തെറ്റും. അപ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് തട്ടലും മുട്ടലും വരിക. ചില ആൾക്കാർ ഈ വണ്ടി എന്താ പറയുക എടുത്ത് കഴിഞ്ഞാലും ഓടിച്ചുകൊണ്ട് വിൽക്കുന്നത് അങ്ങനെയുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ആ സമയത്ത് തീർന്നെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വരില്ല. ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴേക്ക് ടാക്സ് കഴിഞ്ഞിട്ടല്ലോ ഇൻഷുറൻസ് കഴിഞ്ഞല്ലോ പറയാം, അതുപോലെ ബ്രേക്ക് തെറ്റി കിടക്കാമെന്ന് പറയാം. അതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ കമ്പനി നമ്മുടെ തീരുമാനമാണ് ഇപ്പം എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതെ, എടുക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല, വിറ്റ് തരുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ടാറ്റ ഓക്കെ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റ് പറയുന്നുണ്ട്. നമ്മുടെ ട്രൂ വാല്യൂ മാതിരിയാണല്ലോ ഇപ്പോൾ അതിപ്പം കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ട് നമ്മുടെ ക്യാപ്സ് മോട്ടോഴ്സ് ആണ് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിന് സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ഈ മന്തിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെ സംബന്ധിച്ചുമ്പോൾ അപ്പം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അപ്പോൾ അതേമാതിരി ഒരു സംരംഭം വരികയാണല്ലോ, വായിക്കുമ്പോൾ നോക്കാൻ പറ്റും. ഇത് ഓട്ടോ എത്ര പറഞ്ഞ 65,000 ഓട്ടം പറഞ്ഞത്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 3.25 3,75,000 രൂപയ്ക്ക് V10 ഇൻട്ര കൊണ്ടുപോകാം. ലോൺ ഒരു 2.25 വില കയറും. 2.25 3 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 10,000 മുതൽ ഒരു 50,000 ഉള്ളിൽ കണ്ടാൽ 40,000 രൂപ. നമ്മളൊക്കെ എടുത്ത എക്സ്ട്രാ എടുത്ത വണ്ടികളാണ്. അപ്പോൾ ഏകദേശം എടുത്ത വില നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ചോദിക്കുന്നത് തന്നെ. അപ്പം എന്താ ചെറിയ ചെറിയ വിട്ടുവീഴ്ച വരുത്തി നമ്മൾ കൊടുക്കാം. റേറ്റില്ല ഇതില്ല, അതൊക്കെ എടുത്ത വില ഇതൊക്കെ അതിനും എന്താ പറയുക മുകളിൽ ശരിക്കും എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ വെച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രൈസിലാണ് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കൊമേഴ്ഷ്യൽ വാഹനം ഓടിക്കുന്നത് അശോക് ലൈലൻ്റെ ദോസ്താണ്. അത് വലിയ ദൂരമൊന്നും ഓടിച്ചു പോയല്ല, ജസ്റ്റ് ഒന്ന് ഒരുത്തൊന്നും മാറ്റിയിട്ടെന്തോ ഒരു അവസരം വന്നു മാറ്റിയിട്ടു, അത്രയേ ഉള്ളൂ. KL 10 രജിസ്ട്രേഷനുള്ള ദോസ്ത്, അതായത് കൊമേഴ്ഷ്യലിൽ പെട്ടെന്ന് മൈൻഡിലേക്ക് വരും, ഒരു ചെറിയ വാഹനം ആലോചിക്കും മൈൻഡിലേക്ക് വരും ദോസ്താണ്. ആ പേരും അങ്ങനെ തന്നെയാണ്. ദോസ്ത് വണ്ടി പോകുമ്പോൾ നമ്മൾ കാറിനെ വരെ 30 ഓട്ട് ഒരിട്ട് പോക്കാം. അതാണ് എല്ലാവരും ഭയങ്കര വലിവാണ്. എന്തോ ഒരു ഭയങ്കര കാര്യങ്ങൾ ഒരു ഒഴുക്കിലങ്ങ് പോകും. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ? ഇത് 2020 മോഡൽ വണ്ടിയാണ്. 4 ബോൾട്ട് ലീഫാണ് വരുന്നത്. ലീഫാണ് നമ്മൾ കണ്ടോക്കെ ഒക്കെ ലീഫാണ്. ഇത് ഈ ദോസ്തിൽ ലീഫും ലീഫ് അല്ലാത്തതും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ഇറങ്ങിയില്ല. ഏസ് ഗോൾഡിൽ ലീഫ് അല്ലാത്ത ലീഫാണ്.
ലീഫ് അല്ലാതെ ഇറങ്ങിയിട്ടില്ല. ലീഫ് അല്ലാതെ ഇറങ്ങിയിട്ടില്ലാണ് ഞങ്ങളൊരു ഓർമ്മയില്ല. ഞാനിപ്പോൾ ഇതിൽ വന്നിട്ടല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ലീഫാണ്. ഞാൻ കണ്ടിട്ടുള്ള ലീഫാണ്. ലീഫില്ലാത്ത ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് പഠിക്കാമല്ലോ. ലീഫാണെങ്കിൽ കുറച്ചും കൂടെ ലോഡ് കൂടും. കംപ്ലൈൻറ്റ്സ് കാണുന്നത് ഉണ്ടാവില്ല. അതേ വണ്ടി ഇരുന്ന് പോവുക അങ്ങനത്തൊന്നും വരില്ല. ഈ ഷോക്ക് പൊട്ടി പോവുക ലീഫാകുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞത് ഇതിന് ദോസ്തിനാണല്ല. പക്ഷേ ഞാൻ കേട്ടത് എല്ലാവരും ദോസ്ത് ചോദിക്കുന്ന സമയത്താണ് ലീഫാണോ ലീഫല്ലേ ചോദിക്കാറ്. ബാക്കിയുള്ള വണ്ടി ആരും അങ്ങനെ ചോദിക്കാറില്ല. ഈ ദോസ്ത് മാത്രമേ ചോദ്യം കേട്ടിട്ടുള്ളൂ. ഇതിൽ ഓടിച്ചനുഭവമുള്ള ആളുകൾ, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൊന്ന് രേഖപ്പെടുത്തണം. എങ്ങനെയൊക്കെയാണ് വണ്ടികളുടെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. ഇത് 2020 മോഡല്, കിലോമീറ്റർ ഓടിയത് 90,000 കിലോമീറ്റർ ഓടിയത്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇതിൽ വാറണ്ടി കൊടുക്കാമല്ലോ? ഇത് നമുക്ക് ടാറ്റനെ കൊടുക്കാൻ പറ്റില്ല. ടാറ്റ വാറണ്ടി ഇല്ല. ടാറ്റൻ്റെ അല്ല വേണ്ടി നമുക്ക്. പക്ഷെ എന്നാലും കമ്പനി സർവീസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ചെക്കിംഗ് വാറണ്ടി പറഞ്ഞ രീതി നമുക്ക് കൊടുക്കാം. നമ്മുടെ കണക്ക് പ്രകാരം വണ്ടിക്ക് കംപ്ലൈൻസുകളൊന്നും ഇല്ല. വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാ വരിക. ഒരു 1 വീക്ക് കൊടുക്കാൻ പറ്റും ചെക്കിംഗ് വാറണ്ടി? 1 വീക്കിന് മുകളിൽ കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. വണ്ടിയിൽ അത്രയും ഗ്യാരണ്ടി നമുക്ക്. പ്രശ്നം തിരിച്ചെടുക്കുമല്ലോ. അത് നമുക്ക് ഏതൊരു കമ്പനിക്കായാലും പോളിസി നമുക്ക് ഒരു വാറണ്ടി കൊടുക്കുന്നത് തിരിച്ചെടുക്കുന്നില്ലല്ലോ. അതായത് നമ്മൾ എന്താണോ അതിന്റെ കംപ്ലൈന്റ് വന്നത് അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനുള്ള സംഭവം ഉണ്ടാവുക. ഈവൻ ഒരു പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് നമ്മൾ കമ്പനി പോയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അതായത് മാറ്റി കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരിച്ചെടുക്കാന്ന് പറയുന്ന പോളിസി ശരിക്കും പറഞ്ഞ കമ്പനിയിൽ ഇല്ല. അതിനാണ് നമ്മൾ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇപ്പം അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇത്രത്തോളം ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ പ്രകാരം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15-20 വണ്ടികൾ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഒരു വണ്ടിക്ക് പോലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടൊരു കസ്റ്റമർ വന്നിട്ടില്ല. എന്തായാലും ഫുൾ ഇൻസ്പെക്ടഡ് വെഹിക്കിളാണ്. അതുകൊണ്ട് പേടിക്കുന്ന ആവശ്യമില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AC ആണ്. കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ വണ്ടി നോൺ AC വണ്ടിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് AC വണ്ടിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരു AC വണ്ടി 2020 മോഡലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് എടുത്ത വണ്ടിയാണ്. ബോഡി നല്ല ബോഡി, അതായത് അതിന്റെ സൈഡ് ബോഡി ഷീറ്റ് താഴത്ത് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. അതായത് ഒരാൾ എടുത്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ലോഡ് കയറ്റാം, എങ്ങനെ ചെയ്യാനുള്ള രീതിയിലാക്കിയ വണ്ടിയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. നല്ല ഇരുമ്പും നല്ലത് ഉപയോഗിച്ച വണ്ടി തന്നെയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 6,15. 6,15,000 രൂപ. 2020 AC വരുന്ന ദോസ്താണ്, 11 ദോസ്താണ്. ഇതിന് മാക്സിമം ലോൺ കിട്ടും? ലോൺ കിട്ടും. എത്ര കിട്ടുക? കൺഫേം ലോൺ 5 കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈലും കണക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഒരു 1.5 രൂപ ആണല്ലോ എന്തായാലും. ഓക്കെ. അടുത്ത വീണ്ടും ടാറ്റയുടെ ഇൻട്രയാണ്. ഇൻട്രയുടെ V30 ആണ്. ഇത് KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ എങ്ങനെയാ? ഇത് 2022 മോഡല് ക്ലോസ്ഡ് ബോഡി വണ്ടിയാണ്. ക്ലോസ്ഡ് ബോഡി ഇപ്പം മൊത്തം ഓപ്പൺ ആണ്. ഇപ്പം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഞങ്ങളുടെ അടുത്ത് പൂപ്പള പുതിയ വണ്ടി എടുത്താണ്. അപ്പൊ പുള്ളിക്കാരൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി അത്ര അത്യാവശ്യമാണ്. അപ്പൊ അത് ഒരു അലൂമിനിയം ബോഡിയാണ് മൂപ്പള അടിച്ചെന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി വരുന്ന സാധനം. അപ്പോൾ അത് മൂപ്പള കുറച്ച് പർപ്പസിനായിട്ട് ബിൽഡ് ചെയ്ത വണ്ടിയാണ്. അതിൽ പരസ്യവും കാര്യങ്ങളും കൊടുത്തിട്ട് പുള്ളിക്കാരൻ അതിനെന്തൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയ സംഭവം. അപ്പോൾ ഓരത് അങ്ങനെ ബോഡി അവരെടുത്താണ്. പക്ഷെ ഞങ്ങൾ ഇതിന് പുതിയ ബോഡി വെച്ചെടുക്കും. പുതിയ കണ്ടെയ്നർ ബോഡി അല്ലെങ്കിൽ ഷീറ്റ് ബോഡി ഞങ്ങൾ ഇത് വെച്ചെടുക്കും. നിങ്ങൾ ഏത് ആവശ്യപ്പെടുന്ന ചിലപ്പോൾ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. ചിലപ്പം കേട്ടും ഈ ബോഡി വർക്കിന്റെ വില ഒന്ന് വ്യത്യാസം കൂടാൻ വേണ്ടി നമ്മൾ സാധാരണ മാർക്കറ്റ് വില ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞോളൂ എത്രയാ? ഇതിപ്പോൾ ചോദിക്കുന്നത് 6,500 രൂപ. 6,25,000. ഇതിൽ ഒരു 1 lakh ഒക്കെ കണ്ടിറക്കാൻ പറ്റുമോ? 1 lakh 1 lakhന് മതിയോ? എന്തായാലും മതിയോ. ആകെ 30 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന് വാറണ്ടി കൊടുക്കാമല്ലോ എന്തായാലും? വാറണ്ടി കൺഫേം വാറണ്ടി. മുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇതൊക്കെ സിംഗിൾ ഷിപ്പ് വണ്ടികളാണ്. ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, വേറെ ഇപ്പോൾ സുസുക്കി ആയാലും അശോക് ലാലൻഡ് ആയാലും ഏത് ബ്രാൻഡ് ആയാലും എല്ലാം ചെക്ക് ചെയ്ത് വരുന്ന വണ്ടികളാണ്. എല്ലാം വെരിഫൈ ചെയ്ത് വരുന്ന വണ്ടികളാണ്. അതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാൻ ഉണ്ടാവില്ല. സ്വന്തം പേരിൽ ഒരു സിനിമ ഇറക്കിയ ആദ്യ വാഹനമാണിത് അല്ലേ? അതെ. ഏതാ? ബഡാ ദോസ്ത്. അതെ, ബഡാ ദോസ്ത്. അശോക് ലാലൻ ബഡാ ദോസ്താണ്. നമ്മുടെ സുരേഷ് ഗോപി, സിദ്ദിഖ് ബഡാ ദോസ്ത്. KL 65 രജിസ്ട്രേഷനാണ്. എന്താ പറയാ, കുറച്ചൊരു ഹെവി സാധനം അല്ലേ? പേര് പോലെ തന്നെ അതുപോലെ തന്നെയാണ് എല്ലാം കൊണ്ടും ബടയാണ്. ഓക്കെ. ഇതിന് തന്നെ വേറെ വാഹനങ്ങളുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക്? ഏത് ബഡാ ദോസ്തിനൊക്കെ വേറെ ഇത് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ സ്റ്റോക്ക് ഇത് തന്നെയുള്ളൂ. പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2020 മോഡൽ തന്നെ. 2020 മോഡലാണ്. i3 പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. i3. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. നേരത്തെ നമ്മളെ ലെയ്ലാൻഡ് പറഞ്ഞ മാതിരി തന്നെ ഉള്ള ഒരു നല്ലൊരു വാഹനം അത്. ഓടിക്കാനായാലും ശരി, എന്തുകൊണ്ടായാലും. ഇപ്പം സൈഡ് ഷീറ്റ്
പിന്നെ അതേമാതിരി അതിന് കിട്ടിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് എടുത്ത വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി, നല്ല ഹൈ ലെവൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ട്രാവലറൊക്കെ പറയും ജോഷിന്റെ വർക്ക്, പ്രകാശിന്റെ വർക്ക് എന്നൊക്കെ പറയല്ലോ, അതേമാതിരിയുള്ള വർക്ക് നല്ല ഉദ്ദേശിച്ചത്. അതായത് അതേമാതിരി എവിടുന്നോ നല്ല സ്ഥലത്തുനിന്ന് അടിച്ചുണ്ടാക്കിയ ബോഡി കാര്യങ്ങളാണ്. ബസിന്റെ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിന്റെ മുകളിൽ അങ്ങനെ ബോഡിയുടെ മുകളിൽ പേര് കാണുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കെട്ടുന്ന സ്ഥലങ്ങൾക്കും പേരുണ്ട് കേട്ടോ, അത് നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടികൾ എടുത്തിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാം. അത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അത് ഈ വണ്ടി എടുക്കാൻ എന്താ വെച്ചാൽ നമുക്ക് ഉറപ്പ് ഈ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് ഈ വണ്ടിന്റെ ബോഡി കണ്ടിട്ട് അവർക്ക് അറിയാം ഇതെങ്ങനെ കെട്ടിയ ബോഡിയാണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാട്ടി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സ് കേട്ടോ. അത് ഞാൻ ഈ വണ്ടികൾ വിറ്റ് പരിചയപ്പെട്ടതിനെ കൊണ്ട് ജീവിത വരുമാനം. അപ്പൊ അവര് വന്നാൽ തന്നെ അവർ ഫസ്റ്റ് നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിന് ബോഡി എന്താ, ഇതിന്റെ ബോഡി ഇതിന്റെ ഇത് എങ്ങനെയാ, ഇതിന്റെ ബിൽഡിംഗ് ക്വാളിറ്റി, ഇതാണ് ഒരു ഫസ്റ്റ് നോക്കുന്നത്. അപ്പൊ നമ്മളത്തെ ഒരു വിധം എല്ലാ വണ്ടികളും ആ ഒരു ക്വാളിറ്റി ഇതൊക്കെ കീപ്പ് ചെയ്തതിനെ കൊണ്ട് മാത്രമാണ് അങ്ങനെ ആ ഒരു സെയിൽ പോയത്. എന്താ വെച്ചാൽ നമുക്ക് ആ വണ്ടികളെല്ലാം തന്നെ ഇപ്പൊ നിങ്ങൾ വന്ന് നോക്കിയാൽ കാണാം. അതിലിപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന വീടിനെക്കാട്ടി കുറച്ച് 1-2-3 വണ്ടികൾ മാത്രമേ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോയി. ബാക്കിയുള്ള വണ്ടികൾ എന്താ വെച്ചാൽ നമുക്ക് ഒന്നിലും വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്, എല്ലാം പ്രൈസ് കുറവുകൊണ്ടാണ് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിത് പുതിയ തുടങ്ങി വന്ന ബിസിനസ് അതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രൈസ് കൂടാൻ പാടില്ല, ഇങ്ങനെ തന്നെ പോട്ടെ. അതെന്തായാലും നമുക്ക് ഈ വണ്ടി കൊണ്ട് പോയിട്ട് അവർക്ക് അതിന്റെ രീതിയിലുള്ള കിട്ടുന്നത് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ ഒരു കാറ് ഇങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഓടിച്ച് അത് നമ്മൾ പോഷ് കാണിക്കുന്ന ഇതെന്താ വെച്ചാൽ മൂപ്പകൾ ഓടിയിട്ട് വേണം ഇങ്ങോട്ടെന്താ കിട്ടാൻ, കുടുംബങ്ങൾ എന്തെങ്കിലും കിട്ടാൻ. അതാണ് ഇതിന്റെ ഒരു സ്വഭാവം ഈ കച്ചവടത്തിന്റെ. തീർച്ചയായും. അപ്പോൾ ഇതിനെങ്ങനെ പ്രൈസിങ്? ഇത് നമുക്കൊരു 6.25 ലക്ഷം റുപ്യ. 2020 20 മോഡൽ 20 തന്നെ AC പവർ സ്റ്റിയറിംഗ് വരുന്ന ഓപ്ഷനാണ്. നിങ്ങൾ ചോദിക്കണ്ട. അപ്പം ആ 2020 ദോസ്തിന് ഇപ്പൊ ചോദിച്ച വില 6 സംതിങ് ആണ്. 6-10 ഇതിന് 6.25 വെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് വിലയ്ക്കാണോ കിട്ടുന്നത് ആ വിലയ്ക്ക് തന്നെ ആക്കി കൊടുക്കണം. അപ്പൊ ഇതിന്റെ വില ഇതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ കമ്പനി അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞ വില ഇതാണ്, ഞാൻ വില ചോദിക്കുന്നത്, അത്ര തന്നെ. ഓക്കെ. അപ്പോൾ ലോണും 1 ലക്ഷം കണ്ടിറക്കാലോ? അത്യാവശ്യം നല്ല രീതിയിൽ 1 ലക്ഷം ലോൺ കിട്ടും നമുക്ക്. അടുത്തതാ സുസുക്കി വന്നു. സൂപ്പർ കേരിയാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണുള്ളത്. അതെ. എന്താ ഡീറ്റെയിൽ? ഇത് 2020 മോഡല്. കിലോമീറ്റർ ആകെ 23 സംതിങ് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓൺഷിപ്പ് കോഴിക്കോട് വണ്ടിയാണ്. ഓക്കെ. ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ അല്ല. ഓക്കെ. എത്ര വരുന്നുണ്ട് മൈലേജ്? മൈലേജ് ഞങ്ങൾ പിന്നെ ടാറ്റേനെ നമുക്ക് ഏകദേശം ഒരു ഇത് അറിയാം. ഇതിൻ്റെ കമ്പനി പറഞ്ഞ മാതിരി തന്നെ എന്താ പറയുക 20-ന്റെ മുകളിലാണ് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് 17-18 കിട്ടാൻ സാധ്യത ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഈ നമ്മുടെ കാരണമാരി അല്ല, ഈ വണ്ടികൾക്ക് അത്യാവശ്യം. ഏസ് ഗോൾഡിന്റെ കാറ്റഗറി ആണോ? ഏതാ വരുന്നത്? ഇത് ഏസ് ഗോൾഡ്, ജീറ്റോ ആ ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷേ ശരിക്കും ഏസ് ഗോൾഡിനെക്കാട്ടി കുറച്ച് വലിയ വണ്ടിയാണ് അത്. അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ ഗ്യാസിന്റെ പർപ്പസിന് ഏറ്റവും കൂടുതൽ പോയ ഒരു വണ്ടി സൂപ്പർ കെയർ ആണ്. നമ്മള് ഒരുവിധം എല്ലായിടത്തും നോക്കുകയാണെങ്കിലും സൂപ്പർ കെയർ കണ്ടിട്ടുള്ളൂ. ഗ്യാസ് കൊണ്ട വണ്ടികൾ, സിലിണ്ടർ കൊണ്ട വണ്ടികൾ. അതെനിക്ക് തോന്നുന്നു ചിലപ്പം ആ സൗകര്യങ്ങൾ കൊണ്ടാവാം. പിന്നെ ഒരുവിധം അങ്ങനത്തെ എല്ലാ പർപ്പസിനും സൂപ്പർ കെയറാണ് കാണാറ്. ഈ കമ്പനി പർപ്പസ് അധികം കണ്ട വണ്ടി സൂപ്പർ കെയറാണ്. ഏസിനേക്കാൾ കുറച്ച് മുകളിൽ തന്നെയാണ്. കുറച്ച് വലിയ വണ്ടിയാണ്, എല്ലാം കൊണ്ട് കുറച്ച് വലിയ. എന്താ വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ശരി, പിന്നെ ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ ആയാലും ശരി, കുറച്ച് നല്ലൊരു വലിയ വണ്ടി തന്നെയാണ് ഇത്. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ്. 2020 മോഡൽ. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ 3 റുപ്യാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതേമാതിരി ലോൺ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു 2.25 റുപ്യ ലോൺ കിട്ടുന്നതാണ് എന്നോട് പറഞ്ഞത്. മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഇൻസ്പെക്ടഡ് വെഹിക്കിളാണ്. അടുത്ത വണ്ടിയിലേക്ക് ഇന്നത്തെ അവസാനത്തെ വാഹനം നമുക്ക് ടാറ്റയിൽ തന്നെ നിർത്താം. ടാറ്റ ഏസ് ഗോൾഡ് തന്നെയാണ്. KL45 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. പറഞ്ഞ തന്നെ തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. വാറണ്ടി ഒക്കെ ഉണ്ട്. 17,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ. അത് ഇതേമാതിരി കസ്റ്റമർ ചെറിയ പർപ്പസ് ഉണ്ടായിരുന്നു. അവർക്ക് ഷീറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഇവർക്ക് ഓപ്പൺ ബോഡി ഇവർ എടുത്ത് ശരിക്കും ജസ്റ്റ് ഷീറ്റ് അടിച്ചിട്ട് ഷീറ്റ് കൊണ്ട് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഷീറ്റ് അത് ഊരി വണ്ടി അതേമാതിരി. പുതിയ വണ്ടി എന്താണോ അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ അപ്പോൾ വണ്ടി ഉള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. കമ്പനി ബോഡി കമ്പനി ബോഡി വരുന്നത് നല്ല വണ്ടി. എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ആവശ്യം വരുന്നുള്ളൂ. വേറെ പലത്തൊക്കെ രീതിയിലുള്ള ഒരു അപാകതയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന ഒരാൾക്ക് ഇതെടുക്കാം. 17,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി വെറുതെ അത്രയും വില കൊടുത്തെടുക്കും. 2022 മോഡലാണ്. 22 മോഡലുണ്ട്.
ആ ഒരു അത്രയും കുറഞ്ഞ വിലക്ക് വിലക്കുറവുണ്ട്. 3,500 രൂപ ചോദിച്ചിട്ടുള്ളൂ. അതെ, 3,20,000. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളിതിൽ 2023 വണ്ടി നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ നമ്മൾ വിറ്റ് പോയത് 3,81-നാണ്. ശരി, 2023 22 മോഡൽ വണ്ടിയാണ്. ഇതിപ്പം 3,400 ചോദിക്കുന്നത്. റേറ്റ് നമുക്ക് എന്തെങ്കിലും കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും അല്ലേ? 2.25 ചിലപ്പം 3 റുപ്യ ഫുൾ ലോൺ തന്നെ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിന് നമുക്ക് ബന്ധനെ കൊണ്ട് കറക്റ്റ് ലോൺ എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു അപ്രോക്സിമേറ്റ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വണ്ടീൻ്റെ ലോണും കാര്യങ്ങളും ഇയറൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ലോൺ എമൗണ്ട് പറയുന്നത്. ചിലപ്പം ഇതിന് കൂടുതൽ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കസ്റ്റമർ കൊടുത്ത വണ്ടിക്ക് അയാൾക്ക് നമ്മൾ എടുത്തതിനെക്കാട്ടും കൂടുതൽ ലോൺ കിട്ടും ചെയ്തു. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് വേണ്ടി ഇതിനുള്ള കാര്യങ്ങൾ കൊമേഴ്ഷ്യലിൽ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. തൽക്കാലം നമുക്ക് വേണ്ടി വേറെ ഏതെങ്കിലും സ്റ്റോക്കിന് വരാനുണ്ടോ? സ്റ്റോക്കിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഫസ്റ്റ് കാണിച്ച 407 ഒരു 6 വണ്ടികൾ ഇനി വരാനുണ്ട്. പിന്നെ അതേമാതിരി നമ്മളിപ്പോൾ എടുത്തിട്ടേലൊരു ജീറ്റോ വണ്ടികൾ വരാനുണ്ട്. ജീറ്റോ ഉണ്ടല്ലോ. പാസഞ്ചർ ആണോ അതോ കൊമേഴ്ഷ്യൽ ഇപ്പോൾ വരാനുള്ളത്? പാസഞ്ചറിന്റെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അതേമാതിരി 2017 മോഡൽ ഏസ്മിന്റ് വരാനുണ്ട്. പിന്നെ ഒരു സിപ്പ് വരാനുണ്ട്. ശരി. പിന്നെ ഒരു മഹീന്ദ്ര മാക്സിമ വരാനുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികൾ ഇനി വരാനുണ്ട്. ഇങ്ങനത്തെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതല്ലാതെ ഇവിടെ കുറച്ച് വണ്ടികളുണ്ടല്ലേ ഇപ്പോൾ ഓൾറെഡി? അതിപ്പോൾ നമ്മളെ കഴിഞ്ഞതിൽ കാണിച്ചിട്ട് ഒരു വണ്ടി 2-3 വണ്ടികൾ ഇപ്പം കിടക്കുന്നുണ്ട്. അതിലിപ്പോൾ എന്താ ഇപ്പോൾ ഒന്ന് ക്ലോസ്ഡ് ബോഡി വണ്ടിയാണ്. 2019 മോഡല് ഏസ് ഗോൾഡ് ഡീസൽ. ആകെ 65,000-70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. പേപ്പറുകൾ എല്ലാ ഭാഗം ഫുൾ ഫിറ്റ്. നല്ല വണ്ടിയാണ്. ഡീസലാണ് വണ്ടി. അത് ക്ലോസ്ഡ് ബോഡി. നമ്മൾ പറഞ്ഞ മാറ്റി 290 ചോദിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. പിന്നെയുള്ള 2 ഏസ് മിന്റ് ഉണ്ട് 2016. 2,400 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. അതേമാതിരി ലോണൊക്കെ കിട്ടുന്ന വണ്ടികളാണ്. പിന്നെ 2012 മോളൊരു വണ്ടി കിടപ്പുണ്ട്. അത് നമ്മൾ 1.35 ചോദിച്ചത്. എന്താ സൂപ്പർ ഏസ് വണ്ടിയാണ്. ഒക്കെ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ആൾക്കാർക്ക് പറ്റിയ ടൈപ്പ് വണ്ടികളാണ് ഞാൻ പറഞ്ഞ വണ്ടികളൊക്കെ. അത്രേ ഉള്ളൂ. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇത്രയും വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ കൊടുത്ത ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സുഷിയുടെ നമ്പറാണ് റൈറ്റ് ടോപ്പ് കോർണറിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്പർ വളരെ തപ്പി പിടിക്കാറുണ്ട്. എവിടെയാണ് ചോദിച്ചത്? സ്ക്രീനിൽ കൊടുത്താലും പറഞ്ഞ് ചോദിക്കാറുണ്ട്. നമ്പർ എവിടെയാണ്? സ്ക്രീനിലുണ്ട്. ഫുൾ ടൈം നമ്പർ സ്ക്രീനിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കാറ് വിൽക്കാൻ വേണ്ടി മാത്രം ഇതാ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, മേരാ കാസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് വേണം എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പുതിയ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ആളുകളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനങ്ങളാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലത്തെ കൂടുതൽ വാഹനങ്ങൾ നിങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി സുഷി. നന്ദി, താങ്ക്സ്, ബൈ.